മഞ്ഞൾ പറിക്കാനായിട്ട് പോവാം. മഞ്ഞൾ ഇതേ ക്രിസ്റ്റഫൻ പറിക്കാനായിട്ട് ആദ്യമായിട്ട് അവിടെ മഞ്ഞൾ കണ്ടോ, വെള്ളം ആദ്യം അവൻ പിടിച്ച്. എടാ ഇതേലോട്ട് ഒഴിക്കടാ, അതിൻ്റെ അവിടെ ഒഴിക്കും. അങ്ങനെ ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബക്കട കാണാം. ഇമ്മിടെ മഞ്ഞൾ പറിച്ചെടുക്കുകയാണ്. യെസ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് മഞ്ഞൾ എങ്ങനെ പറിച്ചെടുക്കാമെന്നത് കാണിച്ചു തരികയാണ്. ഉണ്ടാവും മഞ്ഞൾ ചൂടോടെ പറിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. കുറച്ചൊക്കെ പോയല്ലേ, നമ്മൾ ഇച്ചിരി നേരത്തെ പറയാം. ഈ ക്രിസ്റ്റഫൻ പറിച്ചെടുത്തല്ല, വാ സൂപ്പർ. കപ്പയുണ്ട് തോന്നുന്നു. ഇത് വലിയൊരു ചോടാണ്. വലിയൊരു ചോടാണ് കണ്ടാ. സൂപ്പർ. ഇനിയിപ്പോ ഇതെല്ലാം നമ്മൾ കഴുകും. പിന്നെ കഴുകും. അടുത്ത മൂട് മണ്ണ് കുറച്ച് കൂടുതലുണ്ട്, പക്ഷെ ഇത്രയുണ്ട്. കൊറേ മഞ്ഞളുണ്ട്. ഇതിനകത്ത് വെള്ളം നനച്ചില്ലേ, തെറഞ്ഞു കിടക്കും. അടുത്തത് വെള്ളം നനയ്ക്കാത്തത് കൊണ്ട് കാണാം. ഞങ്ങള് കപ്പയുണ്ട്, ഇഞ്ചിയുണ്ട്. ഇഞ്ചി പറിക്കാം. ഇഞ്ചിയല്ല, മഞ്ഞൾ. സോറി, അതിന്റെ അടിയിൽ മഞ്ഞളുണ്ട് കേട്ടോ. കപ്പയുടെ അടിയിൽ മഞ്ഞളുണ്ടോ? താണ്ട കണ്ടോ, അതിനിടയിലോട്ട് കയറി മഞ്ഞളാ. മമ്മി ഞെട്ടിപ്പോയി. മഞ്ഞൾ ക്രിസ്റ്റഫന് അതിന് ഇത് കളയല്ലേ, മഞ്ഞളുടെ അവിടെ മഞ്ഞൾ പൊട്ടിപ്പോന്നു. ഇവിടെ മഞ്ഞൾ പൊട്ടിപ്പോന്നത്. പൊക്കടാ, വിടെ അമ്മയുടെ കൊടുക്ക്. കൊച്ചു മാറാ പറയുന്നേ. മുത്തേ അങ്ങനല്ലടാ, ഇത് പിടിച്ച് മോനെ, ഇത് പിടിച്ച്. അതിന്റെ അകത്തെല്ലാം ഉണ്ട്. അത്ര വലുതല്ല, എന്നാലും ചെറിയൊരു ചെറുതാണ്. ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരു മൂടും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരു മുടും ചെറുതാ. മാറമ്മേ, അപ്പൊ അമ്മ ഇത് എടുക്കാൻ വന്നെയാണ്. എത്ര ഉണ്ടാകും? ഉണ്ടായതുകൊണ്ട് ചെറിയതായിട്ട് അടിയിൽ കൂട്ടി പിടിക്കണേ. അടിയിൽ കൂട്ടി വെള്ളം ഒഴിക്കില്ലായിരുന്നു. ഇതൊരു വല്ലാത്ത മുളപ്പാണ്. നമുക്ക് കൈ കൊണ്ട് എടുക്കാം, പക്ഷെ കുറച്ച് ടാസ്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലിന്റെ ഇടയില് ഉണ്ടായി ചെയ്യാം. ഇതുണ്ടോ, കല്ലിന്റെ ഇടയിലുണ്ടായി. സോറി, ഈ മഞ്ഞള് കല്ലിന്റെ ഇടയ്ക്ക് ഉണ്ടായ മഞ്ഞളാണ്. ചിലപ്പോ കൈയൊക്കെ ഇടുമ്പോ സൂക്ഷിച്ചില്ലേ, നല്ല പഴുതാരയുടെ കടി കിട്ടും. ഒരെണ്ണത്തിന് വേണ്ടിയാവും. അല്ലടാ കുഞ്ഞെ, ഇതുണ്ടോ
ഇത് കണ്ടോ, ഇത് നമ്മൾ എടുത്തപ്പോൾ കുറച്ച് പറഞ്ഞു പോയതാ. ഇത് കണ്ടോ മഞ്ഞൾ കണ്ടോ, മഞ്ഞൾ നമ്മൾ കൊത്തിയെടുക്കാം. നല്ല തറഞ്ഞു കിടക്കുന്ന ഭൂമി ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യം മണ്ണ് ഒഴിച്ചത്. കൂടുതലൊന്നും ഇല്ല കേട്ടോ, ചെറിയേ ഉള്ളൂ. ഒരെണ്ണങ്ങളുണ്ട്. ഇത് നല്ല വലിയ വണ്ണം വെക്കുന്ന പേരക്ക, വലിയ പേരക്കയത് ചുമല കളറാണ്, വലിയ പേരയായി. ഇത് പേര ചെറുതാണെന്നുള്ളൂ. ഇതിനിപ്പോൾ ഒരെണ്ണം ഇന്നാളൊരെണ്ണം പറിച്ചായിരുന്നു, സൂപ്പറായിരുന്നു. മഞ്ഞളിന്റെ ഫണ്ട് കഴിഞ്ഞു, ഇനി നമുക്ക് കപ്പയുടെ ഫണ്ടിലേക്ക് പോവാം. കപ്പ ഒരെണ്ണം പറിച്ചു, ഒരു മൂട്ടോടെ നമുക്ക് പറിക്കണം. അതിന് മുമ്പ് നമ്മുടെ സ്ഥലം നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? ഇതാണ് ഞങ്ങളുടെ സ്ഥലം, പുറത്തുനിന്ന് കാണിക്കാവേ. യെസ് ഗൈസ്, ഇതാണ് ഞങ്ങളുടെ സ്ഥലം, ഞങ്ങളുടെ പൊന്നു വിളയുന്ന സ്ഥലമാണ് ഇത്. അതിൻ്റെ അകത്ത് കിണറുണ്ട്. നിങ്ങളിപ്പോൾ വെള്ളം വരുന്ന കണ്ടില്ല, അപ്പം കറണ്ട് കണക്ഷൻ ഉണ്ട്, വാട്ടർ കണക്ഷനൊക്കെയാണ് ഞങ്ങൾ എടുത്തിട്ടിരിക്കുകയാണ്. ഇത് റോഡാണ്, റോഡ് കണ്ടോ, ഇവിടെ ഒരു വലിയ വീടുണ്ട്, പിന്നെ ഇങ്ങനെ റോഡുണ്ട്, ഇവിടുന്ന് മേളിലോട്ടും റോഡുണ്ട്, സൂപ്പർ റോഡാണ്, വലിയ റോഡ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ സ്ഥലം. വാഴക്കൊല കാണിച്ചു തരണോ? കുഞ്ഞൻ പ്ലാവ്, സൂപ്പർ പ്ലാവാണ്. പ്ലാവിൻ്റെ മേൽവശം വെച്ച് ഒടിച്ച് കളഞ്ഞിട്ടിട്ടൊക്കെ ഇഷ്ടംപോലെ ചക്ക ഉണ്ടാകുന്ന പ്ലാവാണ്, കുഞ്ഞി പ്ലാവില്ലേ കണ്ടോ, കല പറഞ്ഞ സെറ്റായി. എടാ ചുണ്ടുണ്ടാ, ഈ ചുണ്ട് വേണോ നിമി? ഇത് ഒടിച്ചേക്കാനോ? ആ ഇപ്പം കപ്പ പറിക്കാടാ, കപ്പ പറിച്ചിട്ട് പറിക്കേ, അതിൻ്റെ അകത്തൊന്നും ഇല്ല. അടുത്ത പറിക്കി, പറിക്കേ. അയ്യോടാ വീഡിയോ വന്നു. അവനോടിക്കത്തില്ല, എത്തുവന്നേ ഉള്ളു, അവനറിയത്തില്ല, പറ്റത്തില്ല. ചെറുക്കനെ താഴെ ഇടല്ല. എവിടായി നിൽക്കുന്നത്? മേളിലോട്ട് നോക്കടാ, ഒടിക്കടാ ടക്കേന്ന്. കൊല ഒടിക്കാനല്ല, ചുണ്ടടിക്കടാ, ഇവനറിയത്തില്ല. ദേഹത്ത് കറയാക്കല്ലേ, നിർത്ത്. ഇതാ രാജനെ ഹോസ്പിറ്റലിൽ വല്ലതും കൊണ്ടുപോണ്ടി. ഞങ്ങളെ എല്ലാത്തിന്റെ ഹണ്ടിങ് കഴിഞ്ഞു. ഇനിയിപ്പോ ഇതെല്ലാം കഴുകാൻ പോവാ. മഞ്ഞൾ ഫുള്ള് നമ്മളിപ്പോ പറിച്ചിട്ടു. ഇത്രയും മഞ്ഞളുണ്ട് ഇവിടെ, കുഞ്ഞു കുഞ്ഞു മഞ്ഞളുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇത് നമുക്ക് എല്ലാം കൂടെ കഴുകിയെടുക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് കപ്പ നമ്മള് അമ്മ പറഞ്ഞിട്ട് പറിച്ച് കപ്പ ഒരു ഇല വെക്കാൻ പോവാ. വാഴന്ന് വലിയൊരു ഇല. പൂ പോലെ ആനയുടെ ഇത് എനിക്ക് കാണിച്ചില്ല. ഇത് മനസ്സിലായോ? അമ്മയാണോ അത് ഏറ്റവും വലിയ ചോടല്ലേ, കൊറേ മഞ്ഞൾ കിട്ടും. പെട്ടെന്ന് വെള്ളം അതിനകത്ത് കൊടുക്കുക. ഒത്തിരി ഇളക്കാം, അങ്ങനെയാ ചെയ്യുന്നത്. ഓ മഞ്ഞളുടെ മണം ഭയങ്കര ഇതായിട്ട് വളരും. നമ്മൾ അടുത്ത് ഇഞ്ചി മഞ്ഞൾ കഴിയാൻ പോവാണ്. ഇപ്പൊ തീരുമല്ല, ഫുള്ള് ഒഴിച്ചേക്കാം.
നല്ല ശുദ്ധമായ മഞ്ഞൾ. മഞ്ഞൾ. അത് ഷീറ്റിന്റെ അടിയിൽ അതുകൊണ്ട് വെള്ളം തീർന്നു. ആ. ഈ കപ്പയും കൂടെ ഒന്ന് കഴുകിയെടുക്കാം ഗൈസ്. അപ്പം നമ്മുടെ മഞ്ഞളിൻ്റെ ഹണ്ടിങ് ഏകദേശം തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പം മഞ്ഞളിൻ്റെ ഹണ്ടിങ് ഇനിയിപ്പം നമ്മൾ കവറിനകത്തോട്ടാക്കാൻ പോവാം. നല്ല കഴുകിയെടുക്കും മാഷ്. ഇത്ര നേരം പണി ചെയ്തിരിക്കും. ഇതിപ്പം കവറിനകത്തോട്ടാക്കിയാൽ പോരെ. നല്ലത്. കപ്പ കഴുകുവാണോ സാർ? ഓ ഇതെന്നാ കപ്പ കഴുകി വെളുത്തു പോകില്ല കപ്പ. ഗൈസ് അപ്പോൾ നമുക്ക് ഈ പരിപാടി ഏകദേശം തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്ന് കഴുകാൻ പോവാം. ഓക്കേ. അങ്ങനെ വണ്ടി കഴുകാനായിട്ട് എടുത്ത സമയത്ത് നമ്മുടെ ഫോൺ ഓഫ് ആയിപ്പോയി ഗസ്. ഇത് ഇവിടുത്തെ ഏറ്റവും അടിപൊളി ഒരു ചായക്കടയാണ്. സെക്കൻഡ് വെച്ചിട്ടാണ് ഇവിടുത്തെ സാധനങ്ങളെല്ലാം തീർന്നു പോകുന്നത്. അതും കഴിഞ്ഞ് വീണ്ടും വീട്ടിലെത്തിയതിന് ശേഷം ഇതൊന്നും നന്നായിട്ട് കഴുകിയിട്ട് വീണ്ടും ഒന്നുകൂടെ കഴുകിയിട്ട് പുഴുങ്ങാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് പുഴുങ്ങിയിട്ടുണ്ട്, വേവിച്ച് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് ആവി ഇറക്കുന്ന കാണാം, അടിപൊളിയാണ്. ഇത് പുഴുങ്ങിയതിന് ശേഷം ഇതിൻ്റെ വെള്ളം വാർന്നതിന് ശേഷം നമ്മൾ വെള്ളം വാർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം വാർന്നതിന് ശേഷം വേണം ഇത് നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാനായിട്ട്. മഞ്ഞൾ കണ്ടോ, നല്ല അടിപൊളി മഞ്ഞൾ മാസ് ഗൈസ്. അങ്ങനെ മഞ്ഞളിൻ്റെ അകം കണ്ടോ, നല്ല മഞ്ഞ കളറ്, നല്ല അടിപൊളി മഞ്ഞ കളറാണ്. നമ്മളറിയാം, ഒരു പ്രത്യേക മണമാണ് കേട്ടോ. നല്ല സൂപ്പർ സ്മെല്ലാണ്, പറയാതിരിക്കാൻ വയ്യ. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു. ആ സ്മെല്ല് കാരണം അവിടെ എല്ലാം ഭയങ്കര മണമായിരുന്നു. കാണുന്നില്ലേ നിങ്ങളെ? കണ്ടോ വലിയ വലിഞ്ഞിരിക്കും. അളിഞ്ഞു പോകാതെ വലിഞ്ഞു വരണം അല്ലേ? ഇനിയിപ്പോൾ നല്ല വെയിലുണ്ട്. ആ വെയിലുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് വെയിലത്ത് വെച്ച് തന്നെ ഇനി ബാക്കിയുള്ളത് ഉണങ്ങിയെടുക്കാൻ പറ്റും. നല്ല പെട്ടെന്ന് തന്നെ ഉണങ്ങിയെടുക്കാൻ പറ്റും. സോ ഇതാണ് ഗൈസ് മഞ്ഞളുടെ പരുവം കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. എത്ര ദിവസത്തെ ഉണക്കാണെന്നറിയോ? ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് ഇച്ചിരിയേ ഉള്ളൂ. ഇത്രയും പറിച്ചപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ മഞ്ഞളിൻ്റെ പരിപാടി ഇവിടെ കൊണ്ട് തീർക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഭയങ്കരമായിട്ട് പരിഗണിക്കുക. കാരണം ഈ ചാനലിൽ ഒരുപാട് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. ഞങ്ങൾക്കൊന്നും പൈസയൊന്നും കിട്ടി തുടങ്ങിയിട്ടൊന്നുമില്ല. ചുമ്മാ കുറേ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും അതിനകത്ത് കാര്യമായിട്ടൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. കുറേ വർഷങ്ങളായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് തരിക. താങ്ക് യു വെരി മച്ച്. വീണ്ടും അടുത്തൊരു ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് കാണാം.